ലോകം മുഴുവൻ ഉറ്റുനോക്കിയാണ് ഇന്ത്യ അമേരിക്ക പ്രശ്നങ്ങളിൽ മഞ്ഞുരുക്കം ഉണ്ടാകുമോ എന്നുള്ളത്. എന്തായാലും മോദിയെ ഒരുപാട് പുകഴ്ത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് എത്തിയിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ നോക്കുന്നുണ്ട് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച്. അതെ, എപ്പോഴും സുഹൃത്തുക്കളായിരിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി നരേന്ദ്രമോദി പ്രസിഡന്റ് ട്രംപിന്റെ വികാരങ്ങളെയും യുഎസുമായുള്ള ബന്ധത്തെക്കുറിച്ച് നടത്തിയ ശുഭകരമായ വിലയിരുത്തലിനെയും പൂർണ്ണമായും അഭിനന്ദിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതായി മോദി പറഞ്ഞു. ഇന്ത്യക്കും യുഎസിനും ഇടയിൽ വളരെ പോസിറ്റീവായ സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തമുണ്ടെന്നും മോദി പറഞ്ഞു. എന്തായാലും അന്താരാഷ്ട്ര നിരീക്ഷകനായ ഡോക്ടർ മോഹൻ വർഗീസ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു മഞ്ഞുരുക്കത്തിന്റെ പാതയാണോ, ആ വഴിയാണോ തുറന്നിരിക്കുന്നത്? എങ്ങനെയാണ് അങ്ങയുടെ വിലയിരുത്തലുകൾ? ഇരുട്ടി വെളുക്കുമ്പോഴാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിന് മുൻപ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതല്ല ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് അടുത്ത 24 മണിക്കൂറിന് ശേഷം എന്താണ് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ സൂചനയില്ല. അതുകൊണ്ട് മഞ്ഞുരുകുന്നുവോ എന്ന ചോദ്യമാണ് എങ്കിൽ അതേക്കുറിച്ച് കൃത്യമായി പറയാനാവില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ്, പ്രത്യേകിച്ച് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോയുടെ പ്രസ്താവന, കഴിഞ്ഞ ദിവസം വന്ന പ്രസ്താവന വളരെയധികം ഡാമേജ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഗുഡ്വില്ലിനെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യയുടെ ബിസിനസ് സാമ്രാജ്യത്തിലെ തലവന്മാർ, അവരെ ബ്രാഹ്മിൺസ് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്, അവര് മാത്രമാണ് ഇന്ത്യ അമേരിക്ക കച്ചവടം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്ത്യ വലിയ തീരുവ ചുമത്തുമ്പോൾ അമേരിക്കയിൽ നിന്നും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഭാരതം വൻപൻ തീരുവയാണ് ചുമത്തുന്നത്. അതുകൊണ്ട് നേട്ടമുണ്ടാക്കുന്നത് അദാനിയും അംബാനിയും പോലെയുള്ള വൻപൻ വ്യവസായികളാണ് എന്ന ധ്വനി വരുന്ന രീതിയിലുള്ള പരാമർശം ഇന്ത്യയുടെ ഒരു ഇന്റർനാഷണൽ ഗ്ലോബൽ പോളിറ്റിക്സ് അസസ് ചെയ്യുന്ന തിങ്ക് ടാങ്കിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അതൃപ്തിയാണ് ഉണ്ടാക്കിയത്. സ്വാഭാവികമായി ഭാരതം അതിനോട് അത്ര അനുരൂപമായിട്ടല്ല പ്രതികരിച്ച് അതിനുശേഷമാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഉണ്ടാകുന്നത്. ചൈന എന്ന ഇരുണ്ട രാഷ്ട്രത്തോട് ചേർന്ന് നിൽക്കാൻ ഇന്ത്യയും റഷ്യയും തീരുമാനിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് ഭാവുകങ്ങൾ എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പരിഹാസമാണ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മേൽ ചൊരിഞ്ഞത്. ഇതൊക്കെ വളരെയധികം മോശപ്പെട്ട ഒരു പ്രതിച്ഛായയാണ് ഉണ്ടാക്കിയെടുത്തത്. ഇതിന്റെ ഡാമേജ് പെട്ടെന്ന് തന്നെ അമേരിക്കൻ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്, അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇതുകൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള ഡാമേജ് മനസ്സിലാക്കി ആത്യന്തികമായി ഇന്ത്യ, റഷ്യ, ചൈന ആ ഒരു അച്ചുതണ്ട് ദൃഢമായാൽ അമേരിക്കയുടെ ആത്യന്തിക സ്കീം ഓഫ് തിങ്സിന് അത് ബുദ്ധിമുട്ടാകും എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ട്രംപ് നടത്തുന്നത്. അതുകൊണ്ടാണ് വീണ്ടും അദ്ദേഹം പ്ലേറ്റ് മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, ഏറ്റവും വൈകി വന്ന പ്രസ്താവന അനുസരിച്ച് മോദി എന്റെ നല്ല ചങ്ങാതി തന്നെയാണ്, അതെപ്പോഴത്തെ പഴമൊഴിയാണ്. അദ്ദേഹം എടുത്ത ചില നിലപാടുകൾ, പ്രത്യേകിച്ച് റഷ്യയുമായി വ്യാപാരം, എണ്ണ വ്യാപാരം ഉൾപ്പെടെ നടത്താനുള്ള ചില നടപടികൾ അദ്ദേഹം ചെയ്തത്, അതിൽ ഉള്ള അതൃപ്തി മാത്രമാണ് അമേരിക്കയ്ക്കുള്ളത്. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നല്ല ചങ്ങാത്തം തന്നെയാണ്, ഭാവിയിലും അതങ്ങനെ തന്നെ ആയിരിക്കും. ഒരു ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ കാണുന്നു. അതുകൊണ്ടാണ് ഇതൊരു റോളർ കോസ്റ്റർ റൈഡാണ്. ഇതെല്ലാം വാക്ചാതുരി കൊണ്ട് മാത്രം. പക്ഷെ എടുത്ത ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളിൽ ചിലത് കൂടി പരിശോധിച്ചെങ്കിൽ മാത്രമേ ഈ വായ്ത്താരയുടെ പിന്നാമ്പുറത്തേക്ക് ഒരു സഞ്ചാരം നടത്താനാവൂ. എടുത്ത തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ടത് ഡൊണാൾഡ് ട്രംപ് ക്വാഡ് ഉച്ചകോടിക്ക് ഡൽഹിയിലെത്തും എന്നായിരുന്നു പ്രതീക്ഷ. അത് മിക്കവാറും നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കാൻ സാധ്യതയുള്ള ക്വാഡ് ഉച്ചകോടിയിൽ ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്തേക്കില്ല എന്ന രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. അതിന് സ്ഥിരീകരണങ്ങൾ പൂർണ്ണമായിട്ടില്ല. ഒരു പക്ഷേ അദ്ദേഹം വന്നേക്കാം, വരാതിരിക്കാനും സാധ്യത ഉണ്ട്. 2, നരേന്ദ്രമോദി ഈസ് നോട്ട് ഗോയിങ് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടു ടേക്ക് പാർട്ട് ഇൻ ദി UN ജനറൽ അസംബ്ലി മീറ്റിംഗ്. അതിനൊരു പ്രധാന കാരണമായി നമുക്ക് വിശകലനം ചെയ്യാവുന്നത്, അമേരിക്കയിൽ ഏതെങ്കിലും രാഷ്ട്ര തലവനോ ഗവൺമെന്റ് തലവനോ പോയി കഴിഞ്ഞാൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്, അമേരിക്കയിലാണ്. അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായി ആതിഥ്യം വരളേണ്ടത് അമേരിക്കയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ഔപചാരികതയുടെ പേരിലെങ്കിലും അമേരിക്കൻ പ്രസിഡന്റുമായി മുഖാമുഖം വരികയും 1-to-1 കോൺവെർസേഷൻ ഇൻ ദ സൈഡ് ലൈൻ ഓഫ് ദി ഗ്ലോബൽ സമ്മിറ്റ്, അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി സമ്മിറ്റിന്റെ സൈഡ് ലൈനിൽ നിന്നുകൊണ്ട് ട്രംപിനെ കാണുന്നത് ഒഴിവാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു എന്ന സൂചനയാണ് ഒരുപക്ഷെ ട്രംപിനെ മാറ്റി ചിന്തിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ വിദേശകാര്യമന്ത്രി ജയശങ്കറിനെയാണ് ഭാരതം അതിന് പകരമായി, മോദിക്ക് പകരമായി വിടുന്നത്. അത് കൃത്യമായ നയതന്ത്ര ഭാഷയിൽ പറഞ്ഞാൽ
ഇന്ത്യയുടെ അതൃപ്തി പ്രകടിപ്പിക്കാനുള്ള കൃത്യമായ മാർഗമായി അതിനെ അമേരിക്ക കണ്ടു. അങ്ങനെയെങ്കിൽ സ്ഥിതിഗതികൾ കൈവിട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഭയപ്പെടുത്തിയേ പതിയാകൂ. അതുകൊണ്ട് ഒരു പക്ഷേ ഡൊണാൾഡ് ട്രംപ് നേരിട്ടിടപെട്ടു. ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചിരുന്നത് മോദി അമേരിക്കയിൽ എന്തായാലും വരുമല്ലോ, അപ്പോൾ സംസാരിച്ച് കാര്യങ്ങളെല്ലാം സുഗമമാക്കി മാറ്റാം, തീരുവയുടെ കാര്യത്തിൽ ഒരു ധാരണയാകാം എന്ന് ട്രംപിന്റെ പ്രതീക്ഷയാണ്. പക്ഷെ ഇവിടെ തീരുവ മാത്രമല്ല വിഷയം. തീരുവ ലിങ്ക് ചെയ്തിരിക്കുന്നത് റഷ്യയിൽ നിന്നും ഭാരതം വാങ്ങുന്ന എണ്ണയുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യ കാറ്റഗോറിക്കായി പറഞ്ഞു കഴിഞ്ഞു, ഭാരതം ഇപ്പോൾ അതിന്റെ ആവശ്യം 38% ഊർജ ആവശ്യം, ഹൈഡ്രോ കാർബൺ ആവശ്യവും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അത് ഒരു രീതിയിലും കുറയ്ക്കാൻ തയ്യാറല്ല. റഷ്യ നൽകുന്ന എണ്ണയ്ക്ക് ബാരലിന് $5 വരെ കുറയ്ക്കാൻ വീണ്ടും തീരുമാനിച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ ചെറിയ കുറവ് വരുത്തിയിരുന്നു, അത് പിന്നീട് ആ നാരോ ഡൗൺ ചെയ്തു, ആ ഗ്യാപ്പ് നാരോ ചെയ്തിരുന്നു. ഈ യഥാർത്ഥ അന്താരാഷ്ട്ര വിപണിയിലെ വിലയും റഷ്യ ഭാരതത്തിന് നൽകുന്ന ക്രൂഡ് ഓയിലിന്റെ വിലയും തമ്മിലുള്ള വ്യത്യാസം കേവലം $1 മാത്രം, ഒരു ബാരലിന് $1 മാത്രമായി വന്നിരുന്നു. അത് തുച്ഛമായ കാര്യമാണ്. വലിയ ഇൻഷുറൻസ് തുകയും ലോജിസ്റ്റിക്കൽ ബോട്ടിൽ നെക്കും എല്ലാം നോക്കുമ്പോൾ അത്ര ആദായകരമല്ലായിരുന്നു. പക്ഷെ ഇതാ ഒരു ബാരലിന് $5 വില കുറയ്ക്കുന്നു വീണ്ടും റഷ്യ. അതുകൊണ്ട് ഭാരതം തീരുമാനിച്ചിരിക്കുന്നത് അമേരിക്ക എന്തു പറഞ്ഞാലും റഷ്യയുമായുള്ള വ്യാപാരം, ഹൈഡ്രോ കാർബൺ ഇടപാടുകൾ തുടരും എന്ന് തന്നെയാണ്. അത് മാത്രമല്ല, ബ്രിക്സിന്റെ ഉച്ചകോടി ഇപ്പോൾ അടിയന്തരമായി കൂടാൻ പോകുന്നു. ഈ വരുന്ന തിങ്കളാഴ്ച 2 ദിവസം കഴിയുമ്പോൾ ബ്രിക്സ് ഉച്ചകോടി ഓൺലൈനായിട്ട് കൂടാൻ പോകുന്നു. അത് വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് അമേരിക്കയ്ക്ക് മേൽ ചെലുത്തിയിരിക്കുന്നത്. അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെട്ടത്, അനൗപചാരികമായെങ്കിലും ആവശ്യപ്പെട്ടിരിക്കുന്നത്, ബ്രിക്സിലെ നിങ്ങളുടെ എക്സ്പോഷർ കുറച്ചു കൊണ്ടുവരിക. ബ്രിക്സിനെ അമേരിക്ക കാണുന്നത് ശത്രു രാജ്യങ്ങളുടെ, അമേരിക്കയ്ക്കെതിരെയുള്ള ശത്രു രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ടാണ്. റഷ്യ, ചൈന, ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, അതോടൊപ്പം അമേരിക്കയുടെ അജന്മ ശത്രുവായ ഇറാനും ഒക്കെ ചേരുമ്പോൾ ബ്രിക്സിന്റെ ഒരു കൂട്ടായ്മ ശക്തിപ്പെടുന്നത് അമേരിക്കയ്ക്ക് സ്വീകാര്യമല്ല. അതുകൊണ്ട് അടിയന്തരമായി വിളിച്ചു കൂട്ടുന്ന, പ്രത്യേകിച്ച് അമേരിക്കൻ ടാരിഫിനെ കൈകാര്യം ചെയ്യുക എന്ന അജണ്ടയുമായി പെട്ടെന്ന് വിളിച്ചു കൂട്ടുന്ന ബ്രിക്സ് സമ്മേളനത്തിൽ വേണമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പങ്കെടുക്കാമായിരുന്നു. ഓൺലൈനാണ്, പക്ഷെ പങ്കെടുക്കുന്നില്ല. അതിന് പകരമായി വിദേശകാര്യമന്ത്രി ജയശങ്കറെ ആണ് അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഭാരതം ഓപ്ഷൻസ് എല്ലാം ഓപ്പണായി ഇട്ടിരിക്കുന്നു. അമേരിക്കയോട് നീരസം പ്രകടിപ്പിച്ചു, അതൃപ്തി പ്രകടിപ്പിച്ചു, അമേരിക്കയിൽ പോകുന്നില്ല എന്ന് മോദി തീരുമാനിച്ചു. അതേസമയം മോദി ബ്രിക്സ് ഉച്ചകോടിയിൽ നിന്നും വിട്ടു നിൽക്കുകയുമാണ്. അതുകൊണ്ട് ഒരു ധാരണയ്ക്ക് താൻ തയ്യാറാണ്, പക്ഷേ തങ്ങളുടെ ഒരു ടേംസിൽ മാത്രമേ ധാരണയാകൂ എന്ന് ഇന്ത്യ ഉറച്ച നിലപാട് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ വലിയ രീതിയിൽ ഭയപ്പെടുന്ന ഒരു രംഗം കാണുന്നത്. അതുകൊണ്ട് ഈ കമ്പോള നിലവാരം നാളെ മാറി മറിഞ്ഞു കൂടായികയില്ല. അതുകൊണ്ടാണ് അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള സംഘർഷത്തിന്റെ മഞ്ഞുരുകുന്നോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി പറയാൻ ഒക്കുന്നത്, ഉരുകുകയും വീണ്ടും ഉറയ്ക്കുകയും വീണ്ടും ഉരുകുകയും വീണ്ടും ഘനീഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന നിലയിൽ തുടരുകയാണ്. പക്ഷെ ആത്യന്തികമായി ഒരു ഉഭയകക്ഷി കോംപ്രിഹെൻസീവ് വ്യാപാര കരാറിൽ എത്തി നിൽക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സ്ഥിതിഗതികൾ കൈവിട്ടു പോകാനാണ് സാധ്യത. സർ, ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ എടുത്തിരിക്കുന്ന തീരുമാനത്തിന് ഒപ്പം അമേരിക്കൻ വരുമോ എന്ന കാര്യം നമുക്ക് പറയാൻ കഴിയുമോ? കാരണം അമേരിക്ക ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, തീരുവ പ്രഖ്യാപിച്ചിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ഇന്ത്യ എടുത്ത ഉറച്ച ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ നിന്നും ഒട്ടും മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങുവാൻ ഇന്ത്യ ഒരിക്കലും തയ്യാറായിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇന്ത്യക്ക് കൂടെ വരികയാണ് എന്നൊരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ? നിലപാടുകളുടെ കാര്യത്തിൽ കൃത്യത പുലർത്തുന്നത് ഭാരതം തന്നെയാണ്, അമേരിക്ക അല്ല. ഇതൊന്നും തുടങ്ങി വെച്ചത് ഇന്ത്യ അല്ല എന്ന് ഓർക്കണം. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നത് മുതൽ ടാരിഫുമായി ബന്ധപ്പെട്ട വലിയ കോലാഹലങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ യാതൊരു രീതിയിലും കാര്യമായ ഒരു ശബ്ദ കോലാഹലം ഉണ്ടാക്കിയിട്ടില്ല എന്നോർക്കണം. ട്രംപിനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിട്ടില്ല എന്നോർക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വായിൽ നിന്നും അമേരിക്ക വിരുദ്ധമായ ഒരു പ്രസ്താവനയും കാര്യമായി വന്നിട്ടില്ല എന്നോർക്കണം. അതുകൊണ്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വവും അതുപോലെ ഡിപ്ലോമാറ്റിക് തലത്തിലുള്ളവരും പ്രതികരിച്ചത് വളരെ പക്വതയോടുകൂടി തന്നെയാണ്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ പ്രസിഡന്റ് നിരന്തരം കാര്യങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞപ്പോൾ എന്താണ് പ്രയോറിറ്റീസ് എന്നത് നിശ്ചയിക്കാൻ പറ്റാതെ പോകുന്നു. പക്ഷേ ഇന്ത്യയുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഓട്ടോണമി നിലനിർത്തുക എന്നതാണ്. തന്ത്രപരമായ ഒരു ഓട്ടോണമി അല്ലെങ്കിൽ സ്വയംഭരണ അവകാശം നിലനിർത്തുക. അതുകൊണ്ട് അമേരിക്ക ഉദ്ദേശിക്കുന്ന ടേംസിലല്ല, മറിച്ച് ഇന്ത്യ ആഗ്രഹിക്കുന്ന ഓട്ടോണമസ് ടേംസിൽ ഇന്ത്യയുടെ ദേശീയ താല്പര്യം, അതായത് ഊർജ സുരക്ഷിതത്വം എന്ന ദേശീയ താല്പര്യം, അതുപോലെ ദേശീയ സുരക്ഷ എന്ന ദേശീയ താല്പര്യം,
100% പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് തന്നെയാണ് ഇന്ത്യ നീങ്ങുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. പക്ഷേ ഇന്ത്യ ഈസ് കീപ്പിംഗ് ഓപ്ഷൻസ് ഓപ്പൺ. നിലപാടില്ല എന്ന അല്ല അർത്ഥം, മറിച്ച് കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാടിനോടൊപ്പം അമേരിക്ക വരികയാണ് എങ്കിൽ തീർച്ചയായും അമേരിക്കയുമായിട്ടുള്ള നിലപാടുകൾ മയപ്പെടുത്തുന്നതിൽ വിരോധമില്ല എന്നത് ഇന്ത്യയുടെ കൃത്യമായ നിലപാടാണ്. ആ രീതിയിലാണ് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ സാർ, എന്തായാലും വ്യക്തമായ രീതിയിൽ തന്നെയാണ് അങ്ങ് ഇതിനെക്കുറിച്ചൊരു വിശകലനം നടത്തിയത്. വളരെ നന്ദി. ഡോക്ടർ മോഹൻ വർഗീസ് ആണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയും ഇത്രയും വിശുദ്ധമായി ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. ഒരിക്കൽ കൂടി നന്ദി സാർ.